ഇത് പതിയെ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ പതിയെ കറങ്ങും. പിന്നെ പതിയെ കറക്കാൻ വിടാം. അപ്പോൾ ഒരു പോയിന്റ് വരും കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി വരാം. ഇങ്ങനെ പതിയെ നമുക്ക് ഡ്രിൽ ചെയ്യാം. അപ്പോൾ സംഭവം പൊളിയല്ലേ? ഹലോ ചെക്ക്. ഹലോ ഗൈസ്, എല്ലാവരും പൊളിയല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു കിഡിലും വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്ടർ ഉണ്ട്. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ റിസൾട്ട് എൻ്റെ വീഡിയോസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടാക്കി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള വീഡിയോസ് ഇട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡ്രില്ല് മെഷീൻ പരിചയപ്പെടുത്താനാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഡ്രില്ല് മെഷീൻ. ഇതിൽ ഹാമറിംഗ് മോഡുണ്ട്, സാധാ ഡ്രില്ലിംഗ് മോഡുണ്ട്, സ്പീഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ റിവേഴ്സും ഫോർവേഡും നമുക്ക് കറക്കാൻ പറ്റും, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലരുടെയും ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള കടയിൽ പോയിട്ട് വരും ഡ്രില്ലിംഗ് മെഷീൻ നമുക്കൊരു പല സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് വർക്ക് ചെയ്യാനായിട്ടും ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു അത്യാവശ്യ ഘടകമുണ്ടോ. സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുക, അങ്ങനെ ടെറസിൽ ചുമരിൽ ഹോൾ അടിക്കുന്നുള്ള എല്ലാ കാര്യത്തിലും ഡ്രില്ലിംഗ് മെഷീൻ കൂടി തരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള കടക്കാരനെ പോയി വിളിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിക്കണം, പ്ലംബറിനെ വിളിക്കണം, ഇങ്ങനെ കടയിൽ പോയി ചോദിക്കണം, അടുത്തുള്ള വീടുകളിൽ പോയി ചോദിക്കണം. ചിലർക്ക് തരാൻ മനസ്സുണ്ടാവില്ല. ചിലർക്ക് വീട്ടിലിരിക്കുന്ന ഗ്രഹനാഥനെ പിടിച്ച് എടുത്ത് തരാൻ മനസ്സുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ് 74 ദിർഹംസിന് എനിക്ക് കിട്ടിയ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ഫോണ്ടർ എന്ന് പറഞ്ഞ ഒരു കമ്പനീന് ബ്രാൻഡ് വരുന്നത് ഫോണ്ടറാണ്. ഇമ്പാക്ട് ഡ്രില്ലാണ്. ഹാമറിംഗ് മോഡുണ്ട്. സാധാ സ്റ്റീലിലൊക്കെ ഡ്രിൽ ചെയ്യാൻ പറ്റും. പിന്നെ 710 വാട്ട്സ് പവർ വരുന്നുണ്ട്. മാക്സിമം ബിറ്റ് സൈസ് വരുന്നത് 13 mm ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇതുപോലെ ഒരു ഹോൾഡർ വരുന്നുണ്ട്, പിടി വരുന്നുണ്ട്. പിന്നെ ചക്കി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഹോള്, നല്ലൊരു ഹോള് എങ്ങനെ ഡ്രില്ല് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യാൻ പറ്റും, ചുമരിൽ ഒരു സ്റ്റാൻഡ് എങ്ങനെ പിടിപ്പിക്കാൻ എക്സാമ്പിൾ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാം കേട്ടോ. ജസ്റ്റ് ഇതിനകത്ത് ഒരു ഡ്രില്ല് മെഷീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും കാണിക്കാണ്, ശരിക്കും അൺബോക്സിങ് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡിലിൻ സാധനം. കാണാനൊക്കെ നല്ല ലുക്കാണ്, യെല്ലോ കളറാണ്, കണ്ട പൊളി ഐറ്റമാണ്. ഫോണ്ടർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഡ്രില്ലും ഹാമറിംഗ് മോഡ് മാറ്റുന്ന സ്വിച്ച് കേട്ടോ. ഉണ്ടോ, അടിപൊളിയാണ്. നല്ല സ്പിൻഡിൽ വന്നിട്ട് സൂപ്പറാണ്. ഓൾറെഡി കുറച്ച് ഹോൾസ് അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച്. സ്മൂത്താണ്. ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതടക്കത്തിലുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ഒരു പ്രീമിയം ഡ്രില്ലിംഗ് മെഷീനിൽ കൊടുക്കുന്ന എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 74 ദിർഹംസിന് ഇത്രയും കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. അതിൻ്റെ ട്രിഗർ സ്വിച്ച് ഉണ്ടോ. ഓക്കെ, പിന്നെ ഇതിൽ സ്പിരിറ്റ് ലെവലില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. എല്ലാം ഇത് കിട്ടുന്ന ഈ ഒരു വിലയ്ക്ക് ഇത് കിട്ടുന്നത് തന്നെ അത്ഭുതമാണ്. അപ്പോൾ സ്പിരിറ്റ് ലെവലില്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡ്രിൽ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ലോക്ക് ബട്ടൺ ഉണ്ട് ഇവിടെ. നമുക്ക് ലോക്ക് ചെയ്യാം, അങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം, ഇത് റിലീസാവും. ഓക്കെ, അപ്പോൾ സംഭവം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വിലയ്ക്ക് പ്രൈസിന് ഇത് വർത്താണ്. അടിപൊളി ഡ്രില്ലിംഗ് മെഷീനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡിലും വരുന്നുണ്ട്. ഇതാണത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഒരു പ്രൈസിന് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടുള്ളവർ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആണ് അകത്തേക്ക് തുളയ്ക്കേണ്ടത് അത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് അതിലിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിനകത്ത് എത്ര ആണ് നമുക്ക് തുളയ്ക്കേണ്ടത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ, അതായത് വാളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ അത്രയും കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഹോളിൻ്റെ സൈസ് കറക്റ്റ് ഡ്രിൽ ചെയ്തിട്ട്. ഓവർ ഉണ്ടാവില്ല, അതിന് പുറത്തേക്കും ഉണ്ടാവില്ല. അതായത് നമ്മൾ സ്ക്രൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രിപ്പ് കറക്റ്റ് വാളിനകത്ത് നിൽക്കും. അതിനാണ് ഈ ഒരു പിന്നെ സ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മാനുവലുണ്ട്. ഈ മാനുവൽ കൂടെ തന്നെ ഒരു കാർബൺ ബ്രഷും കൂടെ ഫ്രീ തരുന്നുണ്ട് കേട്ടോ അവർ. കൂടാതെ ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ചൊരു ബിറ്റ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 10 ദിർഹമാണ് ഇത് വരുന്നത്. 10 ദിർഹത്തിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. കാരണം ഞാൻ ഒരു സ്റ്റാൻഡ് ഓൾറെഡി ഫിറ്റ് ചെയ്തു. നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് കൂടെ ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിംഗിളായിട്ട് ബിറ്റ് മേടിക്കാൻ പറ്റും. എല്ലാ മെറ്റലിൽ തുളയ്ക്കുന്ന ബിറ്റും ഇതിലുണ്ട്. അതായത് സ്റ്റീലിൽ, കോൺക്രീറ്റിൽ, പിന്നെ വുഡിൽ, അങ്ങനെ എല്ലാ മെറ്റീരിയലിലും നമുക്ക് തുളയ്ക്കാൻ പറ്റുന്ന ബിറ്റ് 10 ദിർഹത്തിന് അവൈലബിൾ ഒരു സെറ്റാണിത്. അപ്പോൾ ഇതും കൂടെ ഞാൻ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു ഹാൻഡിൽ നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാൻഡിലൊരു
സ്ക്രൂ ഉണ്ട്. ഇത് മാക്സിമം ലൂസിൽ വയ്ക്കുക. ലൂസിൽ വെച്ചിട്ട് ഇതെങ്ങനെ ഈ സ്പിൻഡിലൂടെ കേട്ടോ മാക്സിമം ലൂസിൽ വെക്കണം. എന്നാലും നമുക്ക് ഈ സ്പിൻഡിലകത്തോട് കടക്കുള്ളൂ, അല്ലെങ്കിൽ കടക്കത്തില്ല. ഇതെ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ പിടിക്കണമെങ്കിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ ഇതുപോലെ പിടിക്കാം. നിങ്ങളുടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് എനിക്ക് എളുപ്പം, എനിക്ക് കംഫർട്ടബിൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ ഇത് ഹാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. ഹാൻഡിൽ പക്കയായിട്ട് ഫിക്സ് ചെയ്ത് ഇനി നമ്മൾ ബിറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ചുള്ള ബിറ്റ് സെലക്ട് ചെയ്യുക. എനിക്ക് ഇപ്പോൾ 6mm ബിറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് 6mm ബിറ്റ് ഇതൊരു ട്രാക്ക് പോലെയാണ്. ഇതിങ്ങനെ പൊന്തിക്കാം, എളുപ്പമാണ്. എന്നിട്ട് ഇതാണ് 6mm. നമ്മൾ 6mm ഇങ്ങനെ എടുക്കുന്നു, താഴ്ത്തി വയ്ക്കുന്നു, അടയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ഇതാണ് ഇതിൻ്റെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ലൂസാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ജോ ഇങ്ങനെ അകന്നകന്ന് പോവും, കാണാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ ജോ ഇങ്ങനെ അടുപ്പിച്ച് വരും. ഇതിപ്പോൾ ബേസിക് ആണ്, അതായത് ഡ്രില്ല് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നത്. ലൂസ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ അകന്ന് പോവും അതിൻ്റെ ജോ. അതുപോലെ കറക്റ്റ് ആ ഒരു ജോയിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമ്മുടെ ബിറ്റ് ഫുള്ള് കയറുന്ന രീതിയിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പിൻഡിൽ ചക്ക് എന്ന് പറഞ്ഞ പേര് ഇതിനെ, ഈ ഒരു ചക്ക്, അതായത് ഈ ബിറ്റ് ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിന് ചക്ക് എന്നാണ് പറയുന്നത്. ഇത് ചക്ക് കീ ആണ്. ഈ കീ കൊണ്ട് ഇതിന് 3 ഹോൾ ഉണ്ടാകും. ആ 3 ഹോളിൽ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. 3 ഹോളിൽ ഇട്ട് ടൈറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു ഹോളിൽ മാത്രം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിറ്റ് വളഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ 3 ഹോളിലിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം. നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം, പക്കയായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിത് തുളയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൂസായിട്ട് ബിറ്റ് മാത്രം അവിടെ നിന്നിട്ട് ഈ സ്പിൻഡിൽ മാത്രം കറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. അതിനുശേഷം ഈ കീ നിങ്ങൾ എവിടെയും വെക്കരുത്. ഈ മെഷീൻ്റെ ലാസ്റ്റ് ഈ ഒരു കേബിൾ പോകുന്ന സ്ഥലത്ത് ഇത് കീ വെക്കാനായിട്ടുള്ള ഒരു ഹോൾഡറും കൂടെ ഉണ്ട്. കണ്ടോ, ഇതുപോലെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കീ എവിടെയും വിട്ട് മറക്കില്ല. ഓക്കെ. നമുക്കിനി ഇവിടെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കീ എവിടെയും വിട്ട് മറക്കില്ല. ഓക്കെ. നമുക്കിനി നമ്മുടെ കയ്യിൽ വാൾ പ്ലഗ് ഉണ്ടാവും, അതായത് ഗ്രിപ്പ് എന്നൊക്കെ പറയും, ഫിഷർ എന്നൊക്കെ പറയും. സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന സാധനം ചുമരിൽ ഹോൾ തുളച്ചതിന് ശേഷം അത് ഞാൻ കാണിച്ചു തരാം. ഇത് മെഷീൻ്റെ ഈ ഒരു ലോക്ക് ഞാൻ നേരത്തെ കാണിച്ചതില്ല. ആ ലോക്ക് ശരിക്കും ഇത് ഫിറ്റ് ചെയ്യാനുള്ള ലോക്കാണ്. അപ്പോൾ ഇങ്ങനെ ആ ഗ്രിപ്പിൻ്റെ, അതായത് ഈ ഹാൻഡിൽ ഈ ഹോളിനകത്തേക്ക് ഇതുപോലെ നിങ്ങൾക്ക്, അതായത് ഈ നമുക്കിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുളയ്ക്കുന്നതെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് ഒരു ലോക്ക് ഇങ്ങോട്ട് ആക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഈ ഒരു ഹാൻഡിലിനകത്ത് ഇറക്കി കൊടുക്കുക. കറക്റ്റ് നമ്മുടെ ബിറ്റിൻ്റെ ആ ഒരു സൈസിന് കറക്റ്റ് പാരലായിട്ട് വേണം അത് വെക്കാൻ. അത് ഫിറ്റ്, ഈ ഒരു സ്റ്റിക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം വാൾ പ്ലഗ് എടുക്കുക. വാൾ പ്ലഗ് കറക്റ്റ് ഈ ഒരു സ്റ്റിക്കിൽ വെച്ച് നോക്കുക. കറക്റ്റ് എത്ര കിട്ടും. ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എത്ര കിട്ടും. ഇപ്പോൾ ഇതിൽ 16.5 mm ആണ്. അപ്പോൾ ആ ഒരു ഇത് 16. ഈ വാൾ പ്ലഗ് അല്ലെങ്കിൽ ഈ ഡ്രിൽ ബിറ്റിനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഈ സ്റ്റിക്ക് അത്രയും ആ വാൾ പ്ലഗിൻ്റെ എവിടെയാണോ സ്റ്റാർട്ടിങ് ഇരിക്കുന്നത് അത്രയും ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക. 16.5 mm കറക്റ്റ് നിങ്ങൾക്ക് മറ്റേ സ്കെയിലിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പിൽ എടുത്തിട്ടോ ഒക്കെ ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ അത്രയും ഇറക്കി കൊടുത്തിട്ട്, അപ്പോൾ ഈ ബിറ്റ് കറക്റ്റ് വാളിലേക്ക് ഇറങ്ങി ഈ ഒരു സ്റ്റിക്ക് വാളിൽ തട്ടിയതും നമുക്ക് ഡ്രില്ലിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ അളവായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ യൂസ് ചെയ്ത് തുളയ്ക്കണം എന്നൊന്നുമില്ല, പക്ഷേ എക്സാക്റ്റ് നമുക്കൊരു ഹോൾ കിട്ടണമെങ്കിൽ ഇത് നമ്മളെ സഹായിക്കും. ആരും ഇതൊന്നും യൂസ് ചെയ്തിട്ടല്ല തുളയ്ക്കുന്നത്, പക്ഷേ ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ്. ബേസിക് ആണ് പറഞ്ഞു തരുന്നത്. അതായത് ശരിക്കൊരു ഡ്രില്ല് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ ചെയ്ത കറക്റ്റ് ഹോളായിരിക്കും. ഒരു വാൾ പ്ലഗ് പുറത്തോട്ടോ മാക്സിമം അകത്തോട്ടോ നിൽക്കില്ല, നമുക്ക് കറക്റ്റ് ടൈറ്റ് കിട്ടും, ഗ്രിപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സാക്റ്റ് രീതിയിൽ ഡ്രില്ല് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിൽ 2 ടൈപ്പ് സ്റ്റാൻഡ് ഉണ്ട്. ഒന്ന് ഇത് ഈ ചുമരിൽ കോർണർ വരുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇത് വൈറ്റാണ്. ഇതും അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു സംഭവമാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വാളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു ഹോളിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും.
ഇതിങ്ങനെ ഒരു ടൈപ്പ്. അടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വുഡ് പ്ലേറ്റ് ആണ് കേട്ടോ, വുഡിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ആ ഒരു സ്റ്റാൻഡിൻ്റെയാണ്, ഇതിൻ്റെ അല്ല ശരിക്കും. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഈ ഒരു സ്റ്റാൻഡ് വെക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്റ്റാൻഡാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പിരിറ്റ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു സ്പിരിറ്റ് ലെവലുണ്ട്, നിങ്ങൾക്ക് വലിയ സ്പിരിറ്റ് ലെവലൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ലെവൽ നോക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു വാളിൻ്റെ ഇവിടെ ആയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്കെച്ച് പെൻ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ അതിന് മാർക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ തന്നെ ഈ ഒരു ഇതിൻ്റെ ക്ലാമ്പാണ് വരുന്നത്, ഈ ഒരു ക്ലാമ്പ് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഓവലായിട്ടുള്ള ഒരു ഹോളാണ്, ഒരു ഓവൽ ടൈപ്പ് ഹോളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത ഹോളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് മാർക്ക് ചെയ്യാം കേട്ടോ. ഓവലാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ഓവലുള്ള അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ 2 പോയിന്റിലാണ് ഡ്രിൽ ചെയ്യേണ്ടത്. കോൺക്രീറ്റ് ഭിത്തിയിൽ തുളയ്ക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു ഹാമറിംഗ് മോഡ് സെലക്ട് ചെയ്യണം കേട്ടോ. സാധാരണ ഡ്രില്ലല്ല, ഇതിന് ഹാമറിംഗ് മോഡിലേക്ക് മാറ്റിയിടണം. ഇവിടെ അതിൻ്റെ ചിഹ്നം ഉണ്ടാവും, ഒരു ഹാമറിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമുക്ക് കാണാം. അതിലേക്ക് മാറ്റിയിട്ട ശേഷം ഈ കോൺക്രീറ്റ് ഭിത്തികളിലേക്ക് തുളയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ ശരിക്കുള്ള ഇമ്പാക്റ്റ് കിട്ടുക. ഒരു ടെറസിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാള തുളയ്ക്കുന്ന ഒരു പവർ കിട്ടുക. അല്ലാതെ നമ്മൾ സാധാ മോഡലിട്ട് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴത്തെ ഉണ്ടാവും സാധാ ഡ്രില്ലിൻ്റെ ഒരു പിക്ചർ ഉണ്ടാവും, അതിലേക്ക് ഇട്ട് തുളയ്ക്കരുത്. കോൺക്രീറ്റ് തുളയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ തുളയ്ക്കാൻ പോവുകയാണ്. ബിറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ബിറ്റിൻ്റെ എപ്പോഴും ഈ ഒരു ടിപ്പ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാവും ടിപ്പ്. കോൺക്രീറ്റ് ബിറ്റിന് എങ്ങനെയാണ് തിരിച്ചറിയുക, ഈ ഒരു ബിറ്റ് ഇങ്ങനെ ഉണ്ടാവും. സാധാ സ്റ്റീലിലൊക്കെ തുളയ്ക്കുന്ന ബിറ്റിന് ഈ ഒരു ടിപ്പ് ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഉണ്ടാവില്ല, ഈ ഒരു ഡിസൈനിൽ ഉണ്ടാവില്ല. ഇതാകുമ്പോൾ കോൺക്രീറ്റ് കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ഷാർപ്നെസ് ആണ് ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. മെഷീൻ്റെ ഓപ്പറേഷനിൽ വന്നിട്ട് അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമ്മൾ പതിയെ ഈ ഒരു ട്രിഗർ പ്രസ് ചെയ്ത സമയത്ത് ഏറ്റവും സ്മൂത്തായിട്ട് പതിയെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ കറങ്ങുള്ളൂ. അത് നമുക്ക് ഈ സ്പീഡ് നമുക്ക് എത്ര ഡിസൈഡ് ഉണ്ടെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ കമ്മിയാവും. കണ്ടോ, ഇതാ സ്പീഡ് ഭയങ്കര കമ്മി. ഇനി കമ്മിയാക്കാം നമുക്ക്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ് കമ്മിയാക്കി നമുക്ക് കറക്റ്റ് കൺട്രോളിങ്ങിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രസ് ചെയ്യുന്നതോടെ സ്പീഡ് കൂടി വരുള്ളൂ. പിന്നെ ഫുള്ള് പ്രസ് ചെയ്താൽ ഫുൾ പ്രസ് ചെയ്താൽ ഫുൾ സ്പീഡിൽ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം സ്പീഡ്. അതുപോലെ ഇത് ഉപയോഗിക്കാം. പിന്നെ അത് റിവേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്വിച്ച് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങണം. തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയാൽ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റ് നമ്മുടെ വാൾ പ്ലഗിൻ്റെ അളവിന് സെറ്റ് ചെയ്ത് നമുക്കിനി തുളച്ച് നോക്കാം. ഞാൻ മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ വെച്ചു. ഇത് പതിയെ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ പതിയെ കറങ്ങും. പിന്നെ പതിയെ കറക്കാൻ വിടാം. അപ്പോൾ ഒരു പോയിന്റ് വരും കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി വരാം. ഇങ്ങനെ പതിയെ നമുക്ക് ഡ്രിൽ ചെയ്യാം. അപ്പോൾ ഇതാ സൗണ്ട് മാറി തുടങ്ങി. ആ ഒരു നല്ല ഹാർഡായിട്ടുള്ള ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടാണ്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റിക്ക് കറക്റ്റ് വാളിലും ടച്ച് ചെയ്തു. ഇനി നിർത്തണം നമുക്ക് ഹോൾ. അപ്പോൾ നമ്മൾ കറക്റ്റ് വാൾ പ്ലഗിൻ്റെ ഒരു അളവായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അടുത്ത ഹോൾ നമ്മൾ അതേപോലെ നമ്മളിപ്പോൾ റെഡി ആക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി നേരത്തെ കാണിച്ചത് വാൾ പ്ലഗ്. ഇതാണ് വൈറ്റ് കളറുള്ള ഈ ഒരു വാൾ പ്ലഗ്. ഇത് നമ്മൾ മേക്ക് ചെയ്ത ഹോളിനകത്തേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ള് പോകില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഹാമർ ഉപയോഗിച്ച് ഇങ്ങനെ തല്ലി കൊടുക്കുക. കറക്റ്റ് ഇതിൽ ആ ഒരു വാളിൽ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സൈസ് നോക്കി തുളച്ച് കാരണമാണ് കേട്ടോ. അടുത്തതും അതേപോലെ ചെയ്യാം. ഇതും കറക്റ്റ് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്ക്രൂ എടുക്കുക. എൻ്റെ കയ്യിലുള്ളത് സ്റ്റാർ സ്ക്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിങ്ങൾ ഏത് സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ കൂടെ കയ്യിലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റ് ഇരുന്നിട്ടുണ്ട്.
അപ്പോൾ സംഭവം പൊളിയല്ലേ? ഇതാണ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തൊരു സ്റ്റാൻഡ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ പല സാധനങ്ങളും ഫിറ്റ് ചെയ്യാനായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ഹോളൊക്കെ ഡ്രില്ല് ചെയ്യാൻ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതുപോലുള്ള വാൾ പ്ലഗ് സ്ക്രൂ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്ത് വയ്ക്കുക. ഇതുപോലെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഡ്രില്ല് ചെയ്തൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ഡ്രില്ല് ചെയ്യുക. അതുപോലെ നല്ല പ്രോഡക്റ്റൊക്കെ വില കുറച്ച് കിട്ടുമ്പോൾ വാങ്ങി യൂസ് ചെയ്യുക. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക മാക്സിമം. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.